രീതിയിൽ മതം നിരോധിച്ച ഭാഗത്തുകൂടെ സമ്പത്ത് വീടിനു വേണ്ടി സമാഹരിക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്നത്. ഇന്നത്തെ സംവിധാനമനുസരിച്ച് എല്ലാവരും വീട് സ്വപ്നം കാണുന്നു. പക്ഷേ തന്റെ കഴിവിനെയും തന്റെ പരിമിതിയെയും വിസ്മരിച്ചുകൊണ്ടുള്ള സ്വപ്നലോകത്താണ് വീടിന്റെ കാര്യത്തിൽ വിശേഷിച്ചും ഇന്ന് കേരളീയർ, ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ. SYS ഇതിനു മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നു. കേരളത്തെ കൊലക്കയറിൽ നിന്നും രക്ഷിക്കുക എന്ന പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ നടന്ന കാലത്ത് അന്ന് നടന്ന പഠനങ്ങളിൽ ലഭ്യമായ വിവരമനുസരിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളുടെ കൂട്ടത്തിൽ ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന് 19% വിദേശ തൊഴിലാളികളാണ് ലക്ഷറി സ്വഭാവമുള്ള ആഡംബര ഭവനങ്ങളുടെ ഉടമകൾ. ക്രൈസ്തവരിൽ അത് 25%. മുസ്ലിങ്ങളിലേക്ക് വരുമ്പോൾ അത് 35% മേലെയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ട് ഗൾഫിലെത്താണ് ഒരാൾ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുക, എന്താണ് എനിക്ക് പണി? ഒന്നുമില്ല, ഞാൻ പോവാണ്. അല്ല, ഈ പോലെ അവിടെ നിൽക്ക്. അല്ല, ഞാൻ ഗൾഫിലേക്ക് ഗൾഫിൽ പോവാണ്. എല്ലാം റെഡിയാണോ? എല്ലാ പേപ്പറും ക്ലിയറാണ്. ഇനി 2 സംഗതിയും കൂടി റെഡിയായ ഞാൻ ഉടനെ ഇവിടുന്ന് കയറും. ഒന്ന് പാസ്പോർട്ടും മറ്റൊന്ന് വിസയാണ്, ബാക്കിയൊക്കെ ക്ലിയറാ. ഇങ്ങനെ കാത്തുക്കുക. ഒരു തൊഴിലും അറിയില്ല, ഒരു വിവരവുമില്ല, ഗൾഫ് പോകാൻ വേണ്ടി കാത്തു. എന്നിട്ട് ഗൾഫിലെത്തിയാൽ ഏതെങ്കിലും ഒരാളുടെ കടയിൽ പൊറാട്ട ചൂടാനോ പ്ലേറ്റ് കഴുകാനോ സുലൈമാനി പാരാനോ നിൽക്കുകയാണ്. പക്ഷേ ഇവന്റെയും മനസ്സിലുള്ള സ്വപ്നം ഏതാണ്? അവന്റെ സ്പോൺസറുടെ വീടാണ്. അതുപോലത്തെ ഒരു പുര നമുക്ക് ഉണ്ടാക്കണം, അതാണ് അവന്റെ സ്വപ്നം. എന്നിട്ട് സമ്പാദിച്ചത് കൊണ്ട് ആദ്യമായൊരു ഭീമൻ തറ കെട്ടുന്നു. പലപ്പോഴും അതിൽ ഒരു ചുമര് കെട്ടിപ്പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ഇവൻ ഖുറൂജടിച്ച് പോരേണ്ടി വരാറാണ് പതിവ്. ഇനി ഏതെങ്കിലും ഒരാൾ കടവും കള്ളിയൊക്കെ വാങ്ങി ആ വീട് പൂർത്തീകരിച്ചാൽ തന്നെ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നാൽ ആ വീടിന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു തുക പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇയാൾ നേരത്തെ മറന്നുപോയിട്ടുണ്ടാകും. നാം മുസ്ലിങ്ങളുടെ അധികാരുടെയും സ്വഭാവത സമ്പാദിച്ചത് മുഴുവനും മണലിന്റെയും കരിങ്കല്ലിന്റെയും അതുപോലെ ഇരുമ്പിന്റെയും ഒരു കൂനയായി വാർത്തുകുത്തി അവിടെ വെക്കുക. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ലാത്ത ഒരു സ്ഥിതി വീട് നിർമ്മാണ മേഖലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിങ്ങളിൽ വ്യാപകമായി കാണുന്നു എന്നത് വേദനാജനകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു വീട്, ആ വീട് തന്നെ ദൂർത്ത് ഉള്ളതായിക്കൂടാ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. സൗകര്യമുള്ള വീടായിരിക്കണം. അതേ സമയത്ത് സൗകര്യം എന്നതിന് അപ്പുറം സൗന്ദര്യം എന്നതിനാണ് ഇന്ന് വീടുകളുടെ കാര്യത്തിൽ അധിക ആളുകളും പ്രാമുഖ്യം നൽകുന്നത്. സൗകര്യമാണ് നോക്കേണ്ടത്, സൗന്ദര്യമല്ല. വലിയ തുക അത് സൗന്ദര്യത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. കേരളീയ സാഹചര്യത്തിൽ ഓടിന് പെയിന്റ് അടിച്ചാലുണ്ടാകുന്ന സ്ഥിതി നമുക്കറിയാലോ. എത്ര വലിയ തുകയാണ് അത്തരം അനാവശ്യമായ ചെലവുകൾക്ക് വേണ്ടി കേരളീയർ ഇന്ന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളക്കാരൻ 20 ലക്ഷത്തിലേറെ ആളുകൾ ഇന്ന് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. അത്രയും ആളുകൾ ഓരോ വർഷവും കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന തുക 30,000 കോടിയോളമാണ്. 30,000 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ തുകയല്ല. കേരള ഗവൺമെന്റ് ഒരു വർഷക്കാലത്തേക്ക് സമഗ്ര വികസനത്തിന് വേണ്ടി വിലയിരുത്തുന്ന ബജറ്റ് തുകക്ക് ഇരട്ടിയോളമാണ് ഈ 30,000 കോടി. കേന്ദ്രവിഹിതമായി കേരളത്തിന് ലഭിക്കുന്ന ബജറ്റ് തുകയുടെ 7 ഇരട്ടിയിൽ കൂടുതലാണ് നമ്മുടെ വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന തുക. ഈ തുക കൊണ്ട് ആസൂത്രിതമായി കേരളീയർ കേരളത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അമേരിക്കയെ വെല്ലുന്ന ഒരു വികസിത പ്രദേശമാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷേ ഇന്നും കേരളത്തിന്റെ സ്ഥിതി നമ്മൾ മറ്റാരോടും പറയണ്ട, അതാണ്. എന്നാൽ ഇത്രയും വലിയ തുക കേരളീയൻ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
അതിനൊറ്റ വാക്കിലുള്ള മറുപടി ദൂർത്തടിച്ച് തീർക്കുന്നു എന്നാണ്. ആ ദൂർത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പണം ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഗൃഹനിർമ്മാണ മേഖലയിലാണ് എന്ന വസ്തുത നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ രീതിയിൽ ദൂർത്തടിച്ചുകൊണ്ടുള്ള ഒരു വീടിനെ കുറിച്ച് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാവരുത്. ഹലാലായ പണം കൊണ്ട് മാത്രം വീട് നിർമ്മിക്കണമെന്ന താല്പര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ലോകത്തിന് മാതൃകയായി ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മളെ ഓർമ്മയിലേക്ക് വരണം. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയൊരു കുടുംബ പ്രശ്നമുണ്ടായ കാലമുണ്ടായിരുന്നു. ഭാര്യമാരുമായി ചെറിയൊരു പിണക്കം. ലോകത്തിന് ജീവിതത്തിലൂടെ മാതൃക കാണിക്കേണ്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരില്ല. അതുകൊണ്ട് തന്നെ കുടുംബവുമായി തെറ്റി നിന്നാൽ എങ്ങനെയാണ് നന്നാകേണ്ടത്, പരിഹാരമുണ്ടാവേണ്ടത്, ഇതും കൂടെ പ്രായോഗികമായി പഠിപ്പിക്കേണ്ടത് എന്റെ ജീവിതമാണ്, എന്റെ സന്ദേശം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അവസരമായിരിക്കാം അത്. അങ്ങനെ ഒരു മാസക്കാലം ഭാര്യമാരുമായി പിണങ്ങി നിന്ന സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂമിലേക്ക് കയറി ചെന്നു. ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷർട്ടൊക്കെ ഊരിയിട്ട് തന്റെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. എന്നെ കണ്ടപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു. എന്നെ വേദനിപ്പിച്ച ഒരുപാട് രംഗങ്ങളാണ് പിന്നീട് ഞാൻ അവിടെ കണ്ടത്. ഒന്നാമതായി, ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന കട്ടിൽ ഈന്തപ്പനയുടെ മട്ടല് കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ്. അതിന്റെ മേലെ വിരിച്ച പായ കട്ടിയുള്ള ഈന്തപ്പന പോലെ കൊണ്ട് നിർമ്മിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന തലയണ ഈന്തപ്പനത്തടിയുടെ ഉള്ളിലുള്ള നാര് നിറച്ചതാണ് തലയണ. ഈ പായയുടെ മേലെ കുപ്പായം ഊരിയിട്ട് കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലതാ ഈ പായയുടെ ഒരു തനി പകർപ്പ് പതിഞ്ഞു കിടക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദനിച്ചു പോയി. ആ അറയൊന്ന് പരിശോധിച്ചു. ഒരു വലിയ രാജ്യത്തിന്റെ അധിപനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനേക്കാൾ അന്ത്യപ്രവാചകനാണ്. ഒരു രാഷ്ട്രത്തിന്റെ ചീഫ് ജഡ്ജിയാണ്, സൈനിക കമാൻഡറാണ്. എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊട്ടാരത്തിന്റെ ദൃശ്യം, അതിന്റെ ഉൾക്കാഴ്ച നേരിട്ട് കാണുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. റൂമിന്റെ ഓരത്ത് ചെറിയ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം നിൽക്കുന്നു. മറ്റൊരു ചെറിയ പാത്രത്തിൽ ഏതാനും യവമണികൾ. ഒരു പാട്ടയിൽ അവിടുന്ന് ഉപയോഗിക്കുന്ന ബ്രഷ് പോലുള്ള ഉപകരണങ്ങൾ. ഇതല്ലാത്ത ഒരു ഗൃഹോപകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലില്ല. അതൊരു വലിയ രാഷ്ട്രത്തലവന്റെ റൂമാണ്. നമ്മൾ ചിന്തിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, വദാക കിസ്റാ വ കൈസർ, അങ്ങ് കണ്ടില്ലേ കൈസർ ചക്രവർത്തിമാർ, കിസ്റ രാജാക്കന്മാർ, അംബരചുംബികളായ ആകാശത്തെ മുത്തമിട്ട് നിൽക്കുന്ന കൊട്ടാരങ്ങളിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങാൻ അവർക്ക് തൊട്ടിലുകളാണ്, താരാട്ടുപാടാൻ തോഴിമാരുണ്ട്. വഅൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതരല്ലേ, അവിടത്തേക്ക് ഞങ്ങൾ ഒരു നല്ല ബെഡ് വാങ്ങിത്തന്നാൽ അവിടുന്ന് സ്വീകരിക്കുമോ നബിയേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ സ്നേഹമുള്ള ശിഷ്യന്റെ ചോദ്യമാണ്. ഇതിന് ലോകത്തിന്റെ നേതാവ്, ലാളിത്യത്തിന്റെ പ്രതീകമായ തിരുനബി പറഞ്ഞ മറുപടി എന്താണ്? ഉമറേ, അവര് ദുന്യാവിന്റെ ആളുകളാണ്, അവർക്ക് ആഖിറത്തിലേക്കൊന്നുമില്ല. ഈ വിനീതൻ ഭൗതിക ലോകത്തെ കാണുന്നത് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഒരു യാത്ര പോകുന്ന മനുഷ്യൻ വിശ്രമത്തിന് വേണ്ടി ഒരു മരത്തണലിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ആ മരത്തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ മോടി കൂട്ടാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സൗകര്യമുണ്ടാക്കാനും ശ്രമിക്കുമോ? ഇല്ലല്ലോ. അയാൾ വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാനുള്ള ആളല്ലേ.
ഇതേ മനോഭാവമാണ് ഈ ഭൗതിക ലോകത്തോട് എനിക്കുള്ളത്. ഞാൻ ഇവിടെ സ്ഥിരം താമസത്തിന് വന്നവനല്ല. നാളെ ഖബറിലേക്കും തുടർന്ന് മഹ്ശറിലേക്കും പിന്നീട് സ്വർഗത്തിലേക്കും പോകണമെന്ന ലക്ഷ്യബോധം എനിക്കുള്ളതുകൊണ്ട് ദുനിയാവിൽ എനിക്കിത് മതി ഉമറേ എന്നു പറഞ്ഞ ലളിത ജീവിതം നയിച്ചു മാതൃക കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് സമ്പത്ത് ഏറ്റവും അധികം അനാവശ്യമായി വീടിന്റെ പേരിൽ ദുർവിനിയോഗം നടത്തുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കുക, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഭവനം. എങ്കിലേ അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹറാമായ ഒരു പണവുമില്ലാത്ത ധൂർത്തില്ലാത്ത വീടായിരിക്കണം. എപ്പോഴാണ് വീട്ടിൽ ധൂർത്തുണ്ടാകുക? സൗകര്യമുണ്ടാകുന്നതിന് ഇസ്ലാം തടസ്സമല്ല. സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ഉറങ്ങാനുള്ള റൂം വേണം. എല്ലാവരും ഒരു റൂമിൽ ഉറങ്ങണം, ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല, മറ്റുള്ളവർ ഉറങ്ങുന്ന റൂമിലേക്ക് കടന്നു ചെല്ലാൻ പോലും സമ്മതമില്ലാതെ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് അവിടെയുള്ള മെമ്പർമാർക്കൊക്കെ താമസിക്കാനും ഉറങ്ങാനുള്ള സൗകര്യം വേണം. റൂമുകൾക്ക് ആവശ്യത്തിനുള്ള വിശാലത വേണം. ആ രീതിയിൽ ഒരു വീടുണ്ടാക്കുന്നതിനെ മതം എതിർക്കുന്നില്ല. അനാവശ്യമായ രീതിയിലുള്ള ആഡംബര ഭ്രമവും 4 ആളുകൾക്ക് താമസിക്കാൻ 10 അറകളുള്ള റൂമുമൊക്കെ ആകുമ്പോൾ അത് അള്ളാഹുവിന്റെ കടുത്ത കോപത്തിനും, ആൾപ്പാർപ്പില്ലാത്ത റൂമുകൾ പിശാചുക്കളുടെ സങ്കേതമാകുമെന്ന മഹാന്മാരുടെ ആ ഉണർത്തലിനുമൊക്കെ വിധേയമാകുമെന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. പലരും വീടുണ്ടാക്കി അതൊന്ന് വൃത്തിയാക്കാൻ എല്ലാ റൂമിലും കയറി ചെല്ലാൻ പോലും അവർക്ക് കഴിയാറില്ല. ആകെ ഉള്ളത് 4 മെമ്പർമാർ, ഉമ്മയും ബാപ്പയും 2 മക്കളും. ഇവർക്ക് വലിയ കൊട്ടാരമുണ്ടാക്കി വെച്ച് ശുദ്ധിയാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭീമാകാരൻ വീടുകൾ, അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ വീട് നിർമ്മാണം സൗകര്യപ്രദമായ രീതിയിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമതായി, റൂമിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ വരാനുള്ള സൗകര്യം ഉണ്ടാവും. ഓരോ റൂമിനും ഈ 2 ജനൽ, വായുഗതാഗതം നമ്മൾ ഉറങ്ങുന്ന റൂമിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ റൂമിൽ ഉറങ്ങുന്നവരുടെ ആരോഗ്യം വളരെ അപകടകരമായിരിക്കും. ജനൽ തന്നെ 2 ഭാഗമാക്കി അതിന്റെ പോള വെക്കുക. മേലെയുള്ള പോള തുറന്നു വെക്കാൻ പറ്റുന്ന വിധത്തിലാവലാണ് നല്ലത്. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 2 പേരാണ് ഒരു റൂമിൽ ഉറങ്ങുന്നതെങ്കിൽ പോലും ഒരു 10 മണിക്ക് റൂമിന്റെ ജനലൊക്കെ അടച്ച് അവരുറങ്ങിയാൽ ഒരു 2 മണിയാകുമ്പോഴേക്ക് തന്നെ ആ റൂമിൽ ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കും. ഉച്ഛ്വാസവായു തന്നെ അവിടെ കിടന്നു മറയുകയായിരിക്കും. അത് വീണ്ടും നമ്മൾ ശ്വസിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും അത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഉന്മേഷത്തോടെ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഉണർന്ന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ക്ഷീണം ഉണ്ടാവും. എഴുന്നേൽക്കാൻ കഴിയാത്തതുകൊണ്ടാ, ശുദ്ധവായു കിട്ടാത്തത് കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ജനലിട്ട് തുറന്നും വെച്ചൂടാ, കള്ളന്മാരുള്ള കാലാണ്. ഇന്നലത്തെ സിറാജിൽ നിങ്ങൾ വായിച്ചിട്ടില്ല? ഒരാള് ഓട്ടോറിക്ഷ തട്ടി ആശുപത്രിയിലാണ്. എങ്ങനെ ആശുപത്രിയിൽ എത്തിയത്? രാത്രി 2 മണിക്ക് ഇയാളുടെ വീട്ടിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒരാൾ ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് മകളെ കാലിൽ ധരിച്ച സ്വർണ്ണ പാദസരം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അപ്പൊ മകള് നിലവിളിച്ചപ്പം വാപ്പ ഇറങ്ങി നോക്കുമ്പോൾ ഒരാളെ കണ്ടു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഓട്ടോറിക്ഷ കയറിയിട്ട് ഓട്ടോറിക്ഷ വിട്ടുന്നാ. അപ്പൊ ഇയാളെ തട്ടി, അയാൾ ആശുപത്രിയിലാണ്. അപ്പൊ ജനലും തുറന്നിട്ടൂടാ. പിന്നെ കള്ളന്മാർ പഴയ മാതിരിയൊന്നുമല്ല. പഴയ കാലത്തൊക്കെ അവരിങ്ങനെ ചങ്കിരിയൊക്കെ ഊരിയിട്ട് കൊണ്ടുപോണ കാല. ഇപ്പൊ ഓൽക്കും തിരക്കായി. അപ്പൊ കാത് കട്ട് ചെയ്തിട്ടാ പലരും പോകുന്നത്. ആ ഇറച്ചിയൊക്കെ പിന്നെ റൂമിലെത്തിയിട്ട് ഒഴിവാക്കുകയാണ്. അപ്പൊ ജനല് തുറന്നിടാൻ പറ്റാത്ത കാല. പിന്നെന്താ നമുക്ക് നല്ലത്? പുറത്തേക്ക് വായു കടത്തിവിടുന്ന ഫാന് വെച്ചാൽ കുറെ കൂടി നല്ലതാണ് വീടുകൾക്ക്. AC നമ്മളെ നാട്ടിൽ അത്ര വ്യാപകമായി ഉപയോഗിക്കേണ്ട കാലാവസ്ഥയല്ല. നമ്മളെ വിലപിടിപ്പുള്ള കരണ്ടിനും അത് അനുയോജ്യമല്ല എന്നൊക്കെ നമ്മൾക്ക് മനസ്സിൽ ഉള്ളതുകൊണ്ട് നല്ലത് ആ രീതിയിലുള്ള ഫാൻ ഫിറ്റ് ചെയ്തിട്ട് കുറെ കേടുവായുവൊക്കെ പുറത്ത് കടത്തലാണ്. തകരാറില്ലാത്തടത്ത് തുറന്നു വെച്ച് ശുദ്ധവായു വരാൻ സൗകര്യം ഉണ്ടായ നല്ല ആരോഗ്യകരമായ അന്തരീക്ഷം നമ്മളെ റൂമിലുണ്ടാവും. പിന്നെ
വീട്ടിന്റെ അകത്ത് നിസ്കരിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം അത് നമ്മൾ കരുതി വെക്കുക. ആയിഷ ബീബി റളിയല്ലാഹു തആലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാരോട് വീടുകളിൽ പള്ളി ഉണ്ടാക്കാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു. വീട്ടിൽ നിസ്കാര സ്ഥലം മസ്ജിദ് ഉണ്ടാക്കാൻ നബി നിർദ്ദേശിച്ചു. അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് സ്ത്രീകൾക്ക് ഇഅ്തികാഫിരിക്കാനും സൗഭാഗ്യം ലഭിക്കുന്നു. അങ്ങനെ വീട്ടിൽ നിസ്കാരത്തിന് മാത്രം ഒരു സ്ഥലം നമ്മൾ കരുതി വെച്ചാൽ നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടാകും. അതോടൊപ്പം വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പോലുള്ളത്